Hello, hope you all are doing good. I'm Krishnaveni and I'm a clinical psychology student in my final year. Today I'm here to talk about the difference between the words depression and sadness. മലയാളത്തിൽ പറയുകയാണെങ്കിൽ സങ്കടവും വിഷാദവും തമ്മിലുള്ള വ്യത്യാസം. ഓക്കെ, നമുക്ക് നോക്കിയാലോ. ഫസ്റ്റ് വൺ, ഡ്യൂറേഷൻ, എത്ര നാളെന്നുള്ളത്. സങ്കടമാണെങ്കിൽ കുറച്ച് മണിക്കൂറുകളോ അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങളോ. ഓക്കെ, ഡിപ്രഷൻ ആണെങ്കിലോ 2 വീക്ക് അറ്റ്ലീസ്റ്റ്. ഓക്കെ, തുടർച്ചയായി 2 വീക്ക് അറ്റ്ലീസ്റ്റ്. ഈ 2 വീക്കിന്റെ ഉള്ളിൽ മിക്ക ദിവസവും യു ഫീൽ ദ ഗ്രേ ആയിട്ടുള്ള ഒരു ഫീലിംഗ്. ഓക്കെ, എം ടി ആയിട്ടുള്ള ഒരു ഫീലിംഗ് വരുന്നു. ഓക്കെ, ദാറ്റ്സ് ദ ഡ്യൂറേഷൻ. പിന്നെ ട്രിഗർ, എന്താണ് ഇതിനെ ട്രിഗർ ചെയ്യാന്നുള്ളത്. സാഡ്നെസ് ആണെങ്കിലോ എന്തെങ്കിലും ഒരു ഇവന്റ് അല്ലെങ്കിൽ ആ ഇവന്റിനെ കുറിച്ചുള്ള നമ്മുടെ ഓർമ്മകൾ. ഓക്കെ, ഇപ്പൊ നമുക്ക് ഇഷ്ടമുള്ള ഒരാള് നമ്മളെ വിട്ടു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന്റെ ഓർമ്മ വരുമ്പോൾ നമ്മൾ പിന്നെ സങ്കടമാവും. ഓക്കെ, ഡിപ്രഷൻ എന്ന് പറയുമ്പോഴേക്കും അതിനങ്ങനെ പ്രത്യേകിച്ച് ട്രിഗർ ഒന്നും ഉണ്ടാവില്ല, ഒരു കോസ് ആയിട്ട് ഉണ്ടാവില്ല. നെക്സ്റ്റ്, നമ്മുടെ ഇൻട്രസ്റ്റുകൾ. സങ്കടമാണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോ സങ്കടപ്പെട്ടിരിക്കുകയാണെങ്കിലും പെട്ടെന്ന് ഒരാൾ ഒരു തമാശ എന്തെങ്കിലും പറഞ്ഞാൽ നമ്മൾ അത് ആസ്വദിക്കും, നമ്മളിങ്ങനെ ശരി ചിരിച്ചിട്ട് മാറ്റി വയ്ക്കും. പക്ഷെ ഡിപ്രഷനിൽ ആനിഡോണിയ എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ് ആണത്. ആ ഒരു സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ആ ഒരു ടൈമിൽ ഒന്നും തന്നെ എൻജോയ് ചെയ്യാൻ പറ്റില്ല, ഒന്നിനും വയ്യ, ഒന്നും ചെയ്യാൻ വയ്യ എന്നുള്ളൊരു സ്റ്റേറ്റ് ആണ് ആനിഡോണിയ ഡിപ്രഷനിൽ വരുന്നത്. ഓക്കെ, പിന്നെ ഉള്ളത് ഫിസിക്കലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സാഡ്നെസ്സിൽ നമുക്ക് ചിലപ്പോൾ കുറച്ച് ടയേർഡായിട്ട് ചിലപ്പോൾ കരഞ്ഞൊക്കെ കഴിയുകയാണെങ്കിൽ ഒക്കെ കുറച്ച് ടയേർഡൊക്കെ ആയിട്ട് തോന്നും. അതല്ലാണ്ട് കൂടുതൽ ചേഞ്ചസ് വരാനായിട്ടില്ല. പക്ഷെ ഡിപ്രഷനിൽ നോക്കുകയാണെങ്കിൽ വെയിറ്റ് ഗെയിനോ വെയിറ്റ് ലോസോ ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഡയറ്റ് എടുക്കാതെ തന്നെ വെയിറ്റ് കുറയുക, അല്ലെന്നുണ്ടെങ്കിൽ അധികം കഴിക്കാതെ തന്നെ വെയിറ്റ് കൂടുക, അതൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഫുൾ ടൈം ടയേർഡും സ്ലീപ്പും, അങ്ങനത്തെ ഒരു ഫിസിക്കൽ ഇതായിരിക്കും ഡിപ്രഷൻ. ഓക്കെ, ഇതാണ് ഡിപ്രഷൻ ആൻഡ് സാഡ്നെസ് തമ്മിലുള്ള വ്യത്യാസം. ഇത് മനസ്സിലാക്കിയിട്ട് തന്നെ ഉപയോഗിക്കുക. വെറുതെ ഒന്ന് സങ്കടം വരുമ്പോഴേക്കും എനിക്ക് ഡിപ്രഷനാണ്, ഞാൻ ഡിപ്രഷനിലേക്ക് പോവുകയാണ് എന്നുള്ളത് ഉപയോഗിക്കാതെ ആവശ്യമുള്ളിടത്ത് മാത്രം ഉപയോഗിക്കുക. അല്ലെങ്കിൽ എനിക്ക് സങ്കടമാണ് എന്നുള്ളത് തന്നെ ഉപയോഗിച്ച് പഠിക്കുക. ഓക്കെ, ആൻഡ് അതുപോലെ തന്നെ കുറേ നാളിപ്പോൾ 2 ആഴ്ചയിലൊക്കെ കൂടുതൽ ഇതുപോലെ സങ്കടങ്ങളോ അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് എന്തെന്നറിയാത്തൊരു ഫ്രീ ആയിട്ടുള്ള ഒരു ഏരിയ ആണ് തോന്നുന്നെങ്കിൽ പ്ലീസ് കൺസൾട്ട് എ സൈക്കോളജിസ്റ്റ് ഓർ എ സൈക്യാട്രിസ്റ്റ്. ഓക്കെ, ആൻഡ് അതിനുള്ള ട്രീറ്റ്മെൻറ്റ് എന്താണെന്ന് വെച്ചാൽ എടുക്കാൻ നോക്കുക. സോ ദാറ്റ് വി വിൽ ഹാവ് എ ബെറ്റർ ലൈഫ്. അത്രേ ഉള്ളൂ. So hope everyone liked this video. Helpful ആയെന്ന് വിചാരിക്കുന്നു. I'll see you in the next video. Bye bye.